ഹലോ, വെൽക്കം ബാക്ക് ടു അവർ പാലക്കാടൻ കുറുമൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ നിധിക്കുട്ടി അവിടെ ഇങ്ങനെ കിടന്ന് കളിച്ചാണ്. അപ്പോൾ അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇതാ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം മെയ് 1-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വൈകിയതാണ്. അപ്പോൾ നമ്മുടെ പൊന്നോമി മേമയൊക്കെ ഇവിടെ ഉണ്ട്. പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങി കാലാലിൻ്റെ കാതലേ താരിരാരോ താരിരോ താരിരാരോ താരിരോ. അപ്പം നമ്മുടെ നിധിക്കുട്ടിക്കൊരു പാട്ട് പാടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് കുഞ്ഞുവാവ ഉണ്ടാകുന്ന എല്ലാവരും നമ്മളൊരു പാട്ടൊക്കെ മക്കൾക്ക് പാടിക്കൊടുക്കും. അതുപോലെ എൻ്റെ കുഞ്ഞുമണിക്ക് ഞാനൊരു പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ട്, കേൾക്കണേ. മൊഴിയഴകും മിഴിയഴകും എന്നിലലിഞ്ഞമ്മ താരാട്ടിൻ രാരീരം മനസ്സിൻ നീണമായി എൻ മനസ്സിൻ നീണമായി മാൻമൊഴി തേൻമൊഴി മകളെ തളിരിതലേ. അപ്പോൾ പിറന്നാളായിട്ട് ഇന്ന് സാമ്പാറും ഒക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. അപ്പോൾ നമ്മുടെ പൊന്നമ്മയാണ് ഇതാ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അമ്മക്കുട്ടിയാണെങ്കിൽ നമ്മുടെ അവിടെ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാറുണ്ട്, അപ്പോൾ അത് വറുത്ത് കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മേമ തോരൻ വെക്കാൻ വേണ്ടിയുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലാണ്. പിന്നെ നമ്മുടെ വസുക്കുട്ടി നല്ല ഉറക്കത്തിലാണ്, ഉണർന്നിട്ടില്ല ഗൈസ്. പിന്നെ ഇത് നമ്മുടെ അനിയൻകുട്ടനാണ്, സോണി അലിയാസ്. അപ്പോൾ ഒരു കല്യാണത്തിലാണ്, വീട് ആലപ്പുഴയാണ്. അപ്പം രാജേഷേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാനെയും കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാട്ടോ. ഇവിടെ കല്യാണത്തിൽ വന്നു. അപ്പോൾ ദച്ചൂസിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വരെ നമ്മുടെ ദച്ചൂസ് ഇപ്പോൾ ഊഞ്ഞാലാടുകയാണ്. പറഞ്ഞല്ലോ, പറയ് എൻ്റെ മോൻ പറയ്. പിന്നെ അച്ഛൻ അമ്പലത്തിൽ പായസത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ പോയി പായസമൊക്കെ മേടിച്ചു. ഇവിടെ അടുത്ത തിരുവമ്പലൂർ ശിവക്ഷേത്രത്തിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പ്രസാദത്തിൽ ഈ ഒരു ചുമന്ന അരളിയും കൂടി കിട്ടി. ഡേഞ്ചർ അരളി കേട്ടോ. അതിപ്പോൾ ന്യൂസിലാണ് അറിയാൻ കഴിഞ്ഞത്. ഇച്ചിക്കുറുമ്പിന് എപ്പോഴും കുഞ്ഞാൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ വീഡിയോ വെച്ചമ്മ എന്ന് പറയും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമണിനെ വന്ന് ഉമ്മ വയ്ക്കലും. എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരിക്കും തെച്ചോട്ട് കുഞ്ഞാട്ട്. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അമ്മക്കിളികളെ ഒരുക്കിയിരിക്കുന്നത് നോക്കാം. കുഞ്ഞ് പെരുന്നാൾ സദ്യയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചോറ്, വറ്റൽ, നമ്മുടെ പാലക്കാടിൽ കിട്ടില്ല സാമ്പാർ, വറുത്തരച്ച സാമ്പാർ, പിന്നെ പപ്പടം, പിന്നെ റിപ്പീറ്റ് വന്ന അവിയൽ, തോരൻ, ഇഞ്ചിപ്പുളി, അച്ചാർ. അങ്ങനെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ഉണ്ട്, സന്തോഷ് ബ്രോട്ടോ. അപ്പോൾ നമ്മുടെ അനിയനാണ്. അപ്പോൾ ഞങ്ങളത് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ നേരത്തെ കഴിച്ചു കേട്ടോ. അമ്മക്കുളിയും നമ്മുടെ മേമയും ഞങ്ങൾ കഴിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. കുറുമ്പന്മാരെ വിളിച്ചിട്ട് വന്നില്ല, വിശപ്പില്ല, വേണ്ടാന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പൊന്നോമിയും ഞാനൊക്കെ കൂടി ഇന്ന് കഴിക്കുകയാണ് രാജേഷേട്ടൻ്റെ കൂടിയിട്ട്. ഹലോ ഗെയ്സ്, ഇതാണ് എൻ്റെ പിറന്നാൾ സദ്യ. ചക്കരവട്ടുപ്പേരി, അച്ചാർ, പപ്പടം, അവിയൽ, തോരൻ, ഇഞ്ചിപ്പുളി, പായസം, അമ്പലത്തിലെ പായസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുത്തിയരി ചോറ്, സാമ്പാർ. അപ്പം ഇതാണ് എൻ്റെ ഒരു ബർത്ത്ഡേ കുഞ്ഞ് പിറന്നാൾ സദ്യ കേട്ടോ. അമ്മക്കിളെ ഒരുക്കിയതാണ്. അപ്പം സാമ്പാർ കിട്ടുമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ സാമ്പാറാണ്, പാലക്കാടൻ സാമ്പാർ. അത് കഴിഞ്ഞ് ഞാനിതാ പപ്പടം ഇട്ട് സേമിയ പായസം ഇട്ട് ഒരു പിടി പിടിച്ചു. അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞ് പിറന്നാൾ സദ്യ. അമ്മമാരെല്ലാവരും അങ്ങനെയല്ലേ, നമ്മളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അവരിയ്ക്കാറുള്ളൂ അല്ലേ. അപ്പം അമ്മ നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അമ്മക്കിളി ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കേട്ടില്ല. പിന്നെ വസക്കുട്ടി എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം വിശക്കണമെന്ന് പറഞ്ഞിട്ട് അത് അച്ചിരി കഴിക്കാമെന്നിരിക്കുന്നു. തെച്ചിക്കുറുമ്പ് നേരത്തെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു പിറന്നാൾ ആഘോഷം.
അങ്ങനെ രാജേഷ് ചേട്ടൻ സർപ്രൈസായി കേക്കൊക്കെ മേടിച്ചിട്ട് വന്നു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയൊന്നുമില്ല, എല്ലാം സെറ്റ് ചെയ്തിട്ട് എന്നെ വിളിക്കുക ചെയ്തു. അപ്പോൾ നേരെ ആ നൈറ്റി ഡ്രസ്സിൽ തന്നെ വന്ന് കേക്ക് കട്ട് ചെയ്തു. കുറുമ്പന്മാർ രണ്ടുപേരും ഫ്രണ്ടിലുണ്ട്. അപ്പം ഞാനാണ് എല്ലാ ഇതിനും വീഡിയോസൊക്കെ എടുക്കുന്നതും ചെയ്യുന്നതെല്ലാം. ഇപ്രാവശ്യം എല്ലാം വീഡിയോ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷ് പ്രോ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സന്തോഷം എടുത്ത ഫോട്ടോസൊക്കെയാണ്. കുറുമ്പന്മാരെ ഫോട്ടോയ്ക്കൊക്കെ നിൽക്കാൻ പറയുമ്പോൾ ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ. ചില സമയം ഭയങ്കര മൂഡ് പോലെ ഇരിക്കും. ലച്ചൂസൊക്കെ നിൽക്കും. വസുവിന് ദേഷ്യം വന്നാൽ പിന്നെ കാണത്തേ ഇല്ല പരിസരത്ത്. അപ്പോൾ എനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും രാജേഷേട്ടൻ കരുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മക്കിളികളൊക്കെ കേക്കൊക്കെ തന്നു. പിന്നെ കുറുമ്പന്മാരുടെ വക രണ്ടുപേരുടെ വകയും ഒരു ചോക്ലേറ്റൊക്കെ രാജേഷേട്ടൻ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നു. അത് തന്നപാടെ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് പോയി കേട്ടോ. പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു കുറുമ്പന്മാർ. തന്നതും എനിക്ക് തിരിച്ചു തരണമെന്ന്. പിന്നെ രാജേഷ് ഏട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇത്. നല്ല രസമുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട കളറായിരുന്നു, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അമ്മക്കിളി. അപ്പം വീഡിയോ ഇല്ല കേട്ടോ, വീഡിയോ മിസ്സിങ് ആണ്. എന്നാലും ഞാൻ ഫോട്ടോ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജേഷ് ഏട്ടൻ കുഞ്ഞുമണീനെ ഒരുക്കുന്ന വീഡിയോ കൂടി കാണാം. അയ്യേ വേറെ തോട്ട് എന്ത് പിന്നെ ഡീഡ് ചക്കരക്കുട്ടിയാ ഡീഡ്. കുട്ടിയിടുത് എന്റെ ഏട്ടന്മാരുടെ പോടി. ഏട്ടന്മാരെ കാണാനില്ലല്ലോ ഇന്നലെ ഒരുങ്ങിട്ട്. ഏട്ടന്മാര് എന്തായി വസുവട്ടായി പൗഡർ തേച്ച് കൊടുക്കും. മാറി എല്ലാവരും കാണിച്ചു കൊടുക്കട്ടെ. മേക്കപ്പ് പറഞ്ഞാലും നീ എന്റേതല്ലേ ബാബി. അപ്പോ ഇവിടെ എവിടെയത് അതാണ് കുറച്ച് കണ്ണെഴുതി. അമ്മേരെ പാട്ടില്ലേ എന്തോ കണ്ണി. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ഛൻ കുട്ടിയുടെ മേക്കപ്പ്. ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. ആരാണിത്?